ശരൺ, നീ ആ സൈക്കിൾ എടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വാ. പറ്റില്ല. എടാ ഒന്ന് പോയിട്ട് വാടാ. പോയി ആ പൊക്കോളാം. അവന്റെ ജാട കണ്ടില്ലേ? ആൾമാറാട്ടം. അയ്യേ, പോലീസായ സാറ് തന്നെ ആൾമാറാട്ടം നടത്താൻ പറയുന്നു. ഇതൊക്കെ ശരിയാണോ സാറേ? ഞാൻ മറ്റൊരുത്തനായിട്ട് വേഷം എടുക്കും. അതെ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ, ഞാനില്ല അതിനൊന്നും. ഇനി അതും കൂടി നടത്തിയിട്ട് വേണം എന്നെ. സാർ, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? ബില്ല. ആ, എന്തൊരു കഷ്ടമാണ് സാർ ഇത്. ഞാനിപ്പോൾ ബില്ലായിട്ട് അഭിനയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാറേ, ഈ വിഷയം ആ വേലായുധനെങ്ങാനും അറിഞ്ഞെന്നിരിക്കട്ടെ, ഈ വേലു ക്ലോസ് ഷുവർ. വേലു, സാക്ഷാൽ മുരുകൻ തന്നെ അനീതി ഇല്ലാതാക്കാനായിട്ട് പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. സാറേ, അവിടെ 6 തലയാ, ഇവിടെ ഒരു തലയേ ഉള്ളൂ. ഒരു ഐഡിയ പറയട്ടെ, സാറിന് തന്നെ ബില്ലായാലും എന്താ? അതൊന്നും പറ്റില്ല. ഇത് നോക്ക്. എന്താ ഇത്? നോക്ക്. സാർ, എന്റെ ഫോട്ടോ കാണിച്ച് എന്നെ തന്നെ വരട്ടല്ലേ? ഗ്രാഫിക്സ് അല്ലേ? അവനാണ് ബില്ല്. ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ. കള്ളക്കടത്ത്, ഡ്രഗ്സ്, മോഷണം, ആയുധ വിൽപ്പന, കൊലപാതകം. അവന് വേണ്ടി പല രാജ്യത്തെ പോലീസ് വല വീശുക. ഇപ്പം മനസ്സിലായോ ഞാൻ നിന്നോട് ബില്ലാവും പറഞ്ഞതിന്റെ കാര്യം? പാടില്ലായിരുന്നു സാർ. നിങ്ങളോട് ബില്ലായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് തെറ്റാ. പണി പാളിയനെ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാളെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ അയാളെ നിർത്തി എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാമായിരുന്നില്ലേ? പറ്റില്ല. അതെന്താണ്? അവൻ മരിച്ചുപോയില്ലേ? എങ്കിൽ കാര്യം കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ബില്ലായിട്ട് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? നോക്ക് വരൂ, ബില്ലയ്ക്ക് മുകളിൽ ഒരുത്തനുണ്ട്. അവനെയും കൂട്ടാളികളെയും പിടിക്കണമെങ്കിൽ നീ ബില്ലായിട്ട് അഭിനയിക്കണം വരൂ. അതൊന്നും നടക്കില്ല സാർ, എന്നെ വിട്ടേക്ക്. നിന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ല, ആജ്ഞാപിച്ചത്. അയ്യോ, ഇത് പൊല്ലപ്പായല്ലോ സാർ. ഞാൻ ഒറ്റ തടിയായിരുന്നെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി എതിർപ്പില്ലാതെ കൂടെ വന്നേനെ. ഇപ്പം ഈ ചെക്കൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം. അവൻ്റെ അച്ഛനാണ് സാർ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നത്. അവൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം ആ പയ്യൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല. അവരാഗ്രഹിച്ചതുപോലെ അവന് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജീവിതവും നേടിക്കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, മറ്റൊന്നും കൊണ്ടല്ല സാർ. നീ ബില്ലായിട്ട് അഭിനയിക്കുക. അയ്യോ, നീ പറഞ്ഞതുപോലെ അവനെ ഏറ്റവും നല്ല ബോർഡിംഗ് സ്കൂളിലാക്കി ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സകല ചെലവും ഞാൻ നോക്കാം. എന്താ? ശരി, ഞാൻ ബില്ലായിട്ട് അഭിനയിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഗ്യാങ് മുഴുവൻ ക്രിമിനൽസ് ആയിരിക്കുമല്ലോ. നാളെ ഞാൻ ബില്ലേ അല്ലെന്നറിയാൻ ഇടയായാൽ അപ്പോൾ എൻ്റെ ലൈഫിന് ആരാണ് ഗ്യാരണ്ടി? ഞാനിരിക്കുമല്ലേ. ഓക്കെ, നാളെ സാറ് തട്ടിപ്പോയാലോ? നീ ബില്ലായിട്ട് അഭിനയിക്കുന്നു. ഓക്കെ. വെലു, ഇതാണ് സെന്റ് ജോൺ സ്കൂൾ. മലേഷ്യയിലെ നമ്പർ 1 സ്കൂൾ ഇതാണ്. അങ്ങോട്ട് നോക്ക്.